നമസ്കാരം, നോയിഡിക്കിലേക്ക് സ്വാഗതം. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ദിവസങ്ങൾ മാത്രം. ആഘോഷലഹരിയിൽ ഉറക്കമില്ലാതെ അയോധ്യ. ഇത് മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിൻ്റെ തലക്കെട്ടാണ്. കഴിഞ്ഞില്ല. ഇത് ഒരു മാധ്യമത്തിൻ്റെ മാത്രം സ്ഥിതിയല്ല. എത്രയോ ദിവസങ്ങളായി രാജ്യത്തെ മാധ്യമങ്ങൾ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ആഘോഷമാക്കുകയാണ്. അത്ഭുത പ്രവൃത്തി അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം തുടങ്ങിയതിനു ശേഷം ഉണ്ടാകുന്നു എന്ന് വരെ ചില പത്രമുത്തശ്ശിമാരുടെ നവമാധ്യമ പേജുകൾ എഴുതി തകർത്തു. രാമക്ഷേത്ര നിർമ്മാണത്തിന് കല്ലുകൾ എത്രയെണ്ണം ഉപയോഗിച്ചു, അയോധ്യയിൽ കടകളുടെ മിനുക്കുപണികൾ എങ്ങനെ നടക്കുന്നു, എത്ര ലൈറ്റുകളുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സീസണിലെ അന്വേഷണാത്മക പത്രപ്രവർത്തകരുടെ പ്രധാന വാർത്തകൾ. ഈ നടക്കുന്ന വാർത്താഘോഷം എന്തിനാണെന്ന് ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾ മറന്നു പോകരുത്. ഒരു പള്ളി ഉണ്ടായിരുന്നു അവിടെ. ആ പള്ളി കുറെ ഹിന്ദു വർഗീയവാദികൾ ചേർന്ന് പൊളിച്ചു കളഞ്ഞു. ആ പള്ളിയുടെ കല്ലിനും മണ്ണിനും മുകളിൽ രാമന് ഇരിപ്പിടമൊരുക്കുന്ന ചടങ്ങാണ് ഈ മാസം 22-ന് നടക്കുന്നത്. ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിന് ഇത്രയധികം പ്രാധാന്യം മാധ്യമങ്ങൾ നൽകുന്നത് എന്തുകൊണ്ടാണ്? ഈ രാജ്യത്തിന്റെ മതേതര മനസ്സിന് മുറിവേറ്റ സംഭവത്തിന്റെ ബാക്കി പത്രമായ ഈ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന്, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ RSS സ്പോൺസേഡ് പരിപാടിക്ക് കരഘോഷം നടത്തി ആർപ്പ് വിളിക്കുകയാണോ ജനാധിപത്യത്തിന്റെ 4-ാം തൂണെന്ന് അവകാശപ്പെട്ട മാധ്യമങ്ങളുടെ ധർമ്മം? അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന 22-ന് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. മതനിരപേക്ഷ ഭരണഘടന നിലവിലുള്ള ഇന്ത്യയിൽ തികച്ചും മതപരവും സ്വകാര്യവുമായ ചടങ്ങാണ് അയോധ്യയിൽ നടക്കുന്നത്. അതിൽ രാഷ്ട്രത്തിന് ഒരു പങ്കുമില്ല. ബഹുസ്വര സമൂഹമായ ഇന്ത്യയിൽ മതം സ്വകാര്യ വിഷയമാണ്. മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായ ഇന്ത്യയിൽ എല്ലാ പൗരന്മാർക്കും തുല്യമായ നീതി, ചിന്ത, ആരാധന, മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം, ആശയാവിഷ്കാരം തുടങ്ങിയവ ഉറപ്പു നൽകുന്നുണ്ടെന്നിരിക്കെ ഒരു വിഭാഗത്തിന്റെ മാത്രം മതപരമായ ചടങ്ങിന് ഇന്ത്യ മുഴുവൻ അവധി പ്രഖ്യാപിക്കുക എന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഈ മാധ്യമങ്ങൾ പറയാൻ ശ്രമിക്കുന്നില്ല. TV9 ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങളുടെ അയോധ്യയിലെ വാഹനങ്ങൾ ക്ഷേത്രത്തിന്റെ ചിത്രങ്ങൾ പതിച്ച് പൂർണ്ണമായും ക്ഷേത്ര പ്രചരണ വാഹനങ്ങളായി മാറിക്കഴിഞ്ഞു. പുതിയ ഇന്ത്യയിലെ മാധ്യമ കാഴ്ചകൾ. ഇത്രയും ആർഭാട കാഴ്ചകളും രാമക്ഷേത്രത്തിന്റെ ആചാരങ്ങളും അക്കമിട്ട് നിരത്തുന്ന ഇന്ത്യൻ മീഡിയ പക്ഷേ BJPക്കും RSSനും അദാനിമാർക്കുമൊക്കെ വേണ്ടി ലംഘിക്കപ്പെടുന്ന ആചാരങ്ങളോ തകർക്കപ്പെടുന്ന ആരാധനാലയങ്ങളോ കാണില്ല. ഛത്തീസ്ഗഡിലെ ഹാസ്ദേവ് അരന്തിലെ ആദിവാസി ജനതയുടെ ആരാധനാലയങ്ങൾക്ക് മേൽ അദാനിയുടെ ബുൾഡോസറുകൾ കയറുമ്പോൾ അയോധ്യയിൽ ഉയരുന്ന ഹിന്ദു ഏക് ഹേ മുദ്രാവാക്യത്തിന്റെ ദൃശ്യങ്ങളും ശബ്ദവും ഒപ്പിയെടുക്കുന്ന തിരക്കിലാകും ഈ രാജ്യത്തെ മാധ്യമങ്ങൾ. രാമക്ഷേത്രത്തിന്റെ ആഘോഷങ്ങൾ നിങ്ങൾ നടത്തിക്കൊള്ളൂ. പക്ഷേ മുറിവേറ്റ ഇന്ത്യൻ ജനാധിപത്യ മതേതര ബോധത്തെ എപ്പോഴെങ്കിലും ഒന്നോർമ്മിക്കാൻ ഈ രാജ്യത്തെ മാധ്യമങ്ങൾ തയ്യാറാകണം.